بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس. അന്നാസ് മനുഷ്യന്റെ മൂന്ന് അവസ്ഥയിലേക്കുള്ള സൂചനയാണ്. ഒന്ന് ചെറിയ പ്രായം, ഒന്ന് യുവത്വം, അതുപോലെ വാർദ്ധക്യം. ഈ മൂന്ന് ഘട്ടങ്ങളിലേക്കുള്ള സൂചനയാണ്. ഇന്നലെ പറഞ്ഞത് യുവത്വം ഇതൊരു മലിക്കിന്റെ പവറുള്ള, ഒരു രാജാവിന്റെ പവറുള്ള ഒരു ഘട്ടമാണ്. ഇതും ചെയ്യാം എന്ന് തോന്നും. ആ സമയത്ത് പടച്ചറപ്പ് തന്ന ഞാമത്തുകൾക്ക് നന്ദി ചെയ്യുന്ന ഒരു ചുറ്റുപാട്, നമ്മുടെ ആ ഒരു പ്രായം നാം പടച്ചറപ്പിന് വേണ്ടി നീക്കി വെച്ചാൽ ആഖിറത്തിൽ നമുക്ക് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ്. ഇന്ന് ഏത് തെറ്റുകൾ എടുത്തു നോക്കിയാലും ആ തെറ്റുകളിലൊക്കെയും മുമ്പന്തിയിലുള്ളത് നമ്മുടെ യുവ തലമുറ. എത്രയോ ചെറുപ്പക്കാർ ഇന്ന് കുറച്ചു കാലം മുമ്പൊക്കെയും വിദ്യാർത്ഥികളിലേക്ക് കടന്നു പോകുന്ന ഒരു കാലമായിരുന്നു. ഇന്റർനാഷണൽ പുതിയ പുതിയ ചിന്താഗതി. അങ്ങനെയല്ല, ഇന്ന് എക്സ് മുസ്ലിം അല്ലെ പുതിയ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ യുവാക്കളൊക്കെയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ വേണ്ട, ഇസ്ലാം വേണ്ട, പേര് മുസ്ലിം തന്നെയാണ്, പക്ഷേ പടച്ചവനില്ല, ദീനില്ല, ഖുർആനും അത് കളവാനും എന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിൽ ഇന്നലെ ഒരു വാദമുണ്ട്. വലിയൊരു പ്രഭാഷകനാണ്. അദ്ദേഹത്തോട് ഒരു ക്യാൻസർ രോഗിയായ കീമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവാവ് അവസ്ഥാനയോട് ചോദിച്ച ഒരു ചോദ്യം, കിടപ്പിലാണ് ആ ചെറുപ്പക്കാരൻ, കീമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ പോലും ചോദിക്കുന്ന ചോദ്യം, എന്താ ചോദ്യം? ഉസ്താദേ, പടച്ചവന്റെ നിസ്കാരം 5 നേരാക്കി, അതിന്റെ 4 അതിന്റെ 6 ചോദ്യം. നിസ്കാരം വളരെ കൊല്ലായില്ല, റസൂലുള്ളാഹിന്റെ കാലം തൊട്ടാണ് നിസ്കരിക്കുന്നത്. എപ്പോൾ 5 തന്നെ, അതിന്റെ 6 പടച്ചവന്, അതിന്റെ 4 എന്റെ ചോദ്യം. ഇന്ന് എല്ലാ യുവാക്കളുടെ തലയിൽ ഇതിനു വേണ്ടിയിട്ട് തന്നെ ചെറുപ്പക്കാരെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്കെതിരായി പ്രസംഗിക്കാനും നല്ല യുവാക്കളായ ഒരുപാട് പ്രാസംഗികന്മാർ, ഹൈത്തമി ഉസ്താദിനെ പോലെയുള്ള ഒരു നിരീശ്വരവാദികൾക്കെതിരായി മാത്രം ശബ്ദിക്കുന്ന രൂപത്തിലുള്ള പ്രാസംഗികന്മാരുണ്ട്. എന്നാലും ഓരോ ദിവസങ്ങളും അവർക്ക് മെമ്പർ കൂടാ. ആ ചെറുപ്പക്കാരനാണെങ്കിലോ കീമ ചെയ്തുകൊണ്ട്, ക്യാൻസർ പിടിച്ചിട്ട് കീമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേസല്ല. അദ്ദേഹത്തിന് ആ ചെറുപ്പക്കാരന്റെ ചോദ്യം, ഇന്ന് 4 6 പോകത്ത്, 5 എന്താ ബാക്കി? അള്ളാഹിനോട് ചോദ്യം ചെയ്യാം. അള്ളാഹ് ചെയ്ത നിയമങ്ങളും ശരിയല്ല. അപ്പൊ അവസ്ഥാന ആ ചെറുപ്പക്കാരനോട് നല്ലൊരു മറുപടി, നീ ഒരു രോഗിയല്ലേ, മരുന്നിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കല്ലേ, ഒരു ദിവസത്തിൽ എത്ര ടൈം നീ ഗുളിക കഴിക്കുന്നതാണ് ചോദിച്ചു. അപ്പോൾ 3 ടൈമാണ്, രാവിലെ ഒന്നും, ഉച്ചക്കൊന്നും, രാത്രി ഒന്നും. പുസ്തകം ചോദിച്ചത് അതെന്റെ 2 അതെന്റെ 4 നിന്റെ ട്രീറ്റ്മെന്റ് 3 നേരമായി, സുബഹിക്കൊന്നും, ഉച്ചക്കൊന്നും, രാത്രി ഒന്നും. അതെന്താ ദിവസത്തിന് 4 ദിവസത്തിന് 2. അതുപോലെ മരുന്നുമായി സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട്, തീരുമാനിച്ചല്ല, ഓന്റെ ട്രീറ്റ്മെന്റുമായി സംബന്ധിച്ച പല ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞ അടിസ്ഥാനത്തിൽ മരുന്ന് കുടിച്ചിട്ട് അവന്റെ രോഗം മാറ്റാൻ വേണ്ടി നോക്കാന്നല്ലാതെ ഡോക്ടർ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഡോക്ടർ അങ്ങോട്ട് ചോദ്യം ചെയ്താണ്ടാവും നമ്മുടെ ശാരീരികമായ നിലപാടൊക്കെയും തളർന്നു പോകും. അതുപോലെ തന്നെ അള്ളാഹുവിനെ ചോദ്യം ചെയ്താൽ 5 വക്ത നിസ്കാരമായ എന്തിനാണ്? മനുഷ്യരിക്ക് പ്രത്യേകമായ അറിവുകൾ 5 പഞ്ചേന്ദ്രിയം പറയും. കണ്ടറിവും, കേട്ടറിവും, മണത്തറിവും, രുചിച്ചറിവും, തൊട്ടറിവും. ഈ 5 അറിവുകളാണ് മറ്റുള്ള ഒരു ജീവികൾക്കും ഇല്ലാത്ത പ്രത്യേകമായ പഞ്ചേന്ദ്രിയം എന്ന് പറയുന്ന സാധനം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള പറഞ്ഞതാണ്, അതിനുള്ള ഓരോ അറിവുകൾക്കുമുള്ള നിയമത്തായിട്ടാണ് ഈ നേരത്തെ നിസ്കാരം അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന. ഓരോ സന്തോഷങ്ങൾക്ക് ഓരോ നേരത്തിലുള്ള ശുക്ർ സമർപ്പണം, അതിന് വേണ്ടിയിട്ടാണ്. കുറെ മഹാന്മാരും പല അഭിപ്രായങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. ഓരോ ഭക്തിയുള്ള നിസ്കാരം അത് മനുഷ്യന്റെ ഓരോ ഘട്ടങ്ങളിലേക്കുള്ള സൂചനയാണ്. സൂര്യ നിസ്കാരം, സൂര്യൻ ഉദിക്കുന്നതിന്റെ ആ സമയത്തുള്ള നാം ഇപ്പൊ നിസ്കരിച്ച നിസ്കാരം, അത് മഹാന്മാർ പറഞ്ഞു അത് മനുഷ്യന്റെ ജനനത്തിന് സൂചകമായ ഒരു നിസ്കാരമാണ്. മനുഷ്യൻ ജനിച്ചു വരുന്നുണ്ട്, മനുഷ്യൻ പ്രസവിച്ചു വരുന്നുണ്ട്. അതുപോലെ സുബഹി നിസ്കാരം അതിലേക്കുള്ള ഒരു സൂചനയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തതോ സൂര്യൻ ഭയങ്കരമായി ചൂട് കൊണ്ട് കുറയുന്ന സമയത്തുള്ള ഒരു നിസ്കാരമാണ്. ദുഹർ നിസ്കാരം ശക്തമായ ചൂടിന്റെ സമയമാണ്. അത് മനുഷ്യന്റെ യുവത്വത്തിലേക്കുള്ള സൂചനയാണ്. മനുഷ്യന്റെ ചോര, അതിന്റെ തിളക്കവും തുടിപ്പുള്ള ഒരു സമയമാണ് യുവത്വം എന്ന് പറഞ്ഞാൽ. ആ സമയത്തിലേക്കുള്ള സൂചനയാണ്. പിന്നെ സന്ധ്യയാകുമ്പോൾ ഒരു നിസ്കാരമുണ്ട്, അത് മനുഷ്യന്റെ വാർദ്ധക്യത്തിലേക്കുള്ള സൂചനയാണ്. അല്ലെ, അസലാബുവിന്റെ പണിയെടുത്തതിനെല്ലാം ക്ഷീണായി കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും, അതിലേക്കുള്ള സൂചനയാണ്. പിന്നെ മകരിവിന്റെ നിസ്കാരം, മകരിവിന്റെ സമയത്തുള്ള ഒരു നിസ്കാരം, അത് മനുഷ്യന്റെ മരണത്തിലേക്കുള്ള സൂചനയാണ്. സൂര്യനിത അസ്തമിക്കാനായി, ഇരുട്ടാവാനായി, നിനക്ക് മരിക്കാനായിട്ടുണ്ട് എന്നതിനുള്ള സൂചനയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പറയുമ്പോ ആ കടത്തുവെപ്പന്റെ മാഞ്ഞിട്ടാകുമ്പോ ഒരു നിസ്കാരമുണ്ട്, വിശാൽ, അത് ഖിയാമത്ത് നാൾ വരെ നീ കിടക്കാനുള്ള ഇരുട്ടുള്ള കബറിലേക്കുള്ള സൂചനയാണ്. ഇതാണ് ഓരോ സമയത്തിന്റെ
നിസ്കാരങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്. മോഹിനികള് എന്ന് പറഞ്ഞു വന്നത് ചെറുപ്പക്കാരൊക്കെയും ഈ രൂപത്തിലുള്ള പുതിയ പുതിയ ചിന്തയിലേക്ക് കടന്നു പോകുന്ന കാലമാണ്. ശുക്ർ ചെയ്യണം. ഇസ്ലാം, ഖുർആൻ, ഹബീബായ റസൂലുള്ള, അതുപോലെ പരിശുദ്ധമായ റമദാൻ, ഇതിനൊന്നും ഇങ്ങനെയുള്ള ഒരു ചിന്തയും അവരുടെ മനസ്സിലില്ല. പുതിയ പുതിയ ചിന്ത, എങ്ങനെയെങ്കിലും ജീവിച്ച് തീരണം, ആയുസ് തീർക്കണം എന്ന ഒരു നിലപാട് മാത്രമാണ്. അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ചെയ്ത നിഅമത്തുകൾക്ക് ശുക്ർ പരിപൂർണമായി സമർപ്പിക്കാൻ നമുക്ക് അവസരം തരുന്ന ഒരു സമയമാണ് ഈ യുവത്വം എന്ന് പറഞ്ഞാൽ. ഇല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാന്ന് പറഞ്ഞാൽ പിന്നെ പറ്റൂല. വേണ്ടതുപോലെ സുരക്ഷിക്കാൻ പറ്റൂല, വേണ്ടതുപോലെ ഖുർആൻ പറ്റൂല. കണ്ണിന്റെ കാഴ്ച പറഞ്ഞു പോകും. നമ്മുടെ ശരീരത്തിന്റെ ഓരോ എല്ലുകൾക്കും അതുപോലെ ഞരമ്പുകൾക്കും പ്രയാസം വന്നു പോകും. പിന്നെ വഴിപിടിക്കേണ്ടി വരും. നമ്മുടെ തൊഴികളൊക്കെയും ചൊരിഞ്ഞു പോകും. ഈ രൂപത്തിലുള്ള അവസ്ഥകളൊക്കെയും വരും. അതിന് മുമ്പ് നമ്മുടെ ഈ പ്രായം, യുവത്വം അല്ലാഹുവിലേക്ക് വേണ്ടി നീക്കി വെച്ചാൽ നമുക്ക് ആഖിറത്തിൽ സന്തോഷിക്കാം. നാം കേട്ട ഒരു മരണ വാർത്ത, ഈ ഒരു പണ്ഡിതനായ മസൂദ് സഖാഫി ഉസ്താദിന്റെ മരണം. അല്ലെ, എന്ത് നല്ല പ്രാസംഗികനാണ്. ഖുർആൻ പണ്ഡിതൻ എന്നാണ് അവസ്ഥാനെ കുറിച്ച് പറയുന്നത്. വലിയ അയാൾ ഒരു 2 മണിക്കൂറിന്റെ വാർത്ത കേട്ടാൽ മാഷാ അല്ലാഹ് ഒരു 2 ദിവസത്തിലേക്ക് പഠിക്കാനുള്ള വിഷയങ്ങളുണ്ട്. ഇന്നലെ രാവിലെയാണ് ഇവിടെ ഈ സമയത്തൊക്കെ നല്ല ആരോഗ്യവാനായിരുന്നു. പെട്ടെന്നായി സൈലന്റ് അറ്റാക്ക് 7 മണിന്റെ ഇടയിലായിട്ട് മരിച്ചു വരുന്നത്. സ്വർഗം കൊടുക്കട്ടെ. കഴിഞ്ഞ രാത്രി നമ്മുടെ നീർച്ചാലിലായിരുന്നു ഉസ്താദ് ഏറ്റെടുത്ത വാദം. ഇന്ന് രാത്രി നമ്മുടെ കുട്ടിയൻവഴി വാദം തുർക്കളിക്കാന്ന് പറയുന്ന സ്ഥലത്തിലായിരുന്നു ഉസ്താദിന്റെ വാദം. ഈ ദിവസവും വാദം. എല്ലാ ഉറൂസിന്റെ പരിപാടിയും വാദം ബുക്കഡ് ചെയ്ത ഉസ്താദ് അല്ലാഹുവിന്റെ വിധി പോലെ സുബ്ഹാനല്ലാഹ് മരിച്ചു പോകും. ഈ വലിയൊരു അബ്ദുറഹ്മാൻ ഹബീബ് ഉസ്താദ് പറഞ്ഞ വലിയൊരു പണ്ഡിതൻ മരിച്ചു. അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് കൂടത്തങ്ങളുടെ മാർഗം ഒന്നിന്റെ മരണത്തോടുകൂടി ഒരുപാട് അരിമീങ്ങളും താലിമീങ്ങളും സാദാത്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അവരുടെയൊക്കെയും ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരു ഗ്യാരണ്ടിയില്ലാത്ത മനുഷ്യൻ. എല്ലാവർക്കും ഖബറിനെ കുറിച്ച് വാദ പറഞ്ഞു കൊടുത്ത ഉസ്താദ് ഇന്നും ഖബറിലാണ്. എല്ലാവർക്കും ഖബറിന്റെ സുഹാനെ കുറിച്ച് മുഖനക്കീനെ കുറിച്ച് വാദ പറഞ്ഞു കൊടുത്ത ഉസ്താദ് ഇന്നലെ ആ ചോദ്യത്തിന്റെ വിധേയനായി പോയി. അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കട്ടെ. ഉസ്താദ് ഒരു ഹാഫിളും കൂടിയാണ്. ഖുർആൻ മുഴുവനും ഹിഫ്ള് ചെയ്തിട്ട് ആളുകൾക്ക് നസീഹത്ത് പറഞ്ഞു കൊടുത്ത ഉസ്താദ്. ആ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ഉസ്താദിന്റെ ഖിയാമത്ത് നാൾ വരെ അവരിൽ വെച്ച് നീ വലിയ സലാമത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. നമ്മുടെ എല്ലാ അനിമീങ്ങൾക്ക്, സാദാത്യങ്ങൾക്ക്, ഓരോ ഉമറാക്കൾക്കും, നിന്റെ ദീനിന്റെ പ്രവർത്തകർക്ക്, അതുപോലെ ഞങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിനായി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. വലിയ പ്രതീക്ഷയോടെ റമദാനിന്റെ ഓരോ ദിവസങ്ങൾ ഖുർആൻ പ്രഭാഷണത്തിന് വേണ്ടി പല മഹല്ലുകളിൽ ഏറ്റുകൊടുത്ത് കാത്തുനിന്ന ഉസ്താദാണ് ഇന്നലെ നമ്മിൽ നിന്ന് വിട പറഞ്ഞതെങ്കിൽ ആ മരണം നമുക്ക് വലിയ പാഠമാണല്ലോ. ആ മരണം നമുക്ക് വലിയ ഉപദേശമാണല്ലോ അല്ലാഹ്. ആ മരണം നമുക്കും മരിക്കാനുണ്ട് എന്ന ഒരു ചിന്ത ഉള്ളിൽ കടത്താൻ വലിയ ഒരു വാദാണല്ലോ. എന്നാലും നമ്മുടെ കൽവിൽ അങ്ങനെയുള്ള ഒരു ചിന്ത വരുന്നില്ല. പടച്ചോനെ എന്താണെന്ന് അറിയില്ല അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി ധാരാളം അമലുകൾ ചെയ്തു വെക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങളെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇശാ കഴിഞ്ഞിട്ടാണ് ഇവിടെ മജ്‌ലിസിന്റെ ഒരു പരിപാടി. എല്ലാവരും പങ്കെടുക്കുന്ന റമദാനിന്റെ മുമ്പുള്ള പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്ത് നമ്മുടെ ഓരോ ഉമ്മമാരെ ഈ വാദ ക്ലാസ്സൊക്കെ പല വീടുകളിൽ എത്തിപ്പെടുമ്പോൾ ഓരോ ഉമ്മമാർ നിർബന്ധമായി ശീലണിയായി പിന്നെ ഇവിടെ കരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ 10 ഓരോ വീടുകളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് അവരുടെ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ച് സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. മഹാന്മാരായ ബദരീകളുടെ ബർക്കത്തുകൊണ്ട്, നീ ആദരിച്ച മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി തരണേ. പരിശുദ്ധമായ ഉമ്മർക്ക് വേണ്ടി കരുതി നിൽക്കുന്ന ആളുകൾ ആരെയും, അതുപോലെ റമദാനിന്റെ മുമ്പായി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ആളുകളുടെ വളച്ചോൻ നമ്മുടെ സദസ്സിലുണ്ട്, നാട്ടിലുണ്ട്, വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ശാരീരികമായി ഒരു ബുദ്ധിമുട്ടും പടച്ചോന് യാത്രയിലോ അതിന്റെ യാത്രയുടെ ഇടയിലോ ആ പരിശുദ്ധമായ മണ്ണിൽ എത്തിപ്പെടുമ്പോഴോ നീ നൽകല്ല റഹ്മാനെ. പരിപൂർണ്ണ ആഫിയത്തോടെ ആരോഗ്യത്തോടെ നീ പൊരുത്തപ്പെടുന്ന ഒരുപാട് ഉംറകൾ, ഒരുപാട് അഅ്മാലുകൾ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ആ പരിശുദ്ധമായ ഭൂമിയിൽ പരിശുദ്ധ ദിവസങ്ങളിൽ ചെയ്യാൻ നീ ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. അവിടെയുള്ള ദുആയും പടച്ചോനെ ഞങ്ങളെയും ഓർക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ നീ പൊരുത്തപ്പെടുന്ന ഒരുപാട് അമലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പള്ളികളെയും നാടിനെയും ആയാത്താക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ നിന്റെ പള്ളിയുടെ പരിപാലനത്തിന്റെ പല കാര്യങ്ങളും ഇവിടുത്തെ കമ്മിറ്റിക്കാരും അഹലുകാരും ഏറ്റെടുത്തതാണ് പടച്ചോനെ. അത് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അതിന്റെ
തുടക്കമായി ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ള അടവൂർ സംഘത്തിന്റെ ചെറുപ്പക്കാർ നല്ല ഒരു സഹായം ഇവിടെ ഏൽപ്പിച്ചു വന്ന അതിനുവേണ്ടി സഹകരിച്ച എല്ലാ യുവാക്കൾക്കും നീ ഹൈർ നൽകണേ അല്ല, ബറക്കത്ത് നൽകണേ അല്ല. അള്ളാഹുവേ, തുടക്കം നീ നന്നാക്കിയതുപോലെ അതിന്റെ ഒടുക്കവും നീ നന്നാക്കണേ അല്ല. എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കുന്നു. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന എല്ലാ കുടുംബങ്ങളും, നാട്ടുകാരും, സ്നേഹിതന്മാർ, വീട്ടുകാരും, ഞങ്ങളെ സഹായിച്ചവർ, കഴിഞ്ഞ അവതാരകരിലും മറ്റും നമ്മുടെ പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോ നല്ല രൂപത്തിൽ സഹായിച്ച പ്രവാസികളും നാട്ടുകാരും എല്ലാവർക്കും അള്ളാഹ് നീ ബറക്കത്ത് നൽകണേ അല്ല, ഖൈർ നൽകണേ അല്ല. പലരും സഹായിക്കുമ്പോൾ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി വസിയത്ത് ചെയ്തവരാണ് പറഞ്ഞവനെ. ആ കുടുംബങ്ങളിലേക്ക് അതിന്റെ എല്ലാ സന്തോഷങ്ങളും ഖിയാമത്ത് നാൾ വരെ നീ ദായിമാക്കി കൊടുക്കണേ അല്ലാഹ്. بحق سيدنا محمد صلى الله عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.